മധുരം ചാനലിൻ്റെ പുതുമയാർന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും, ഇന്ന് ടീച്ചർ ഏത് കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്? പക്ഷേ ഇന്ന് ടീച്ചർ കണക്കുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ആശംസാ കാർഡ് നിർമ്മാണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു A4 പേപ്പറും അതിൻ്റെ ഹാഫ് പേജും ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു കിടിലൻ ആശംസാ കാർഡ് ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കുക? ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആശംസാ കാർഡ് ഇവിടെ അതിൻ്റെ ഒരു മോഡല് വെച്ചിട്ടുണ്ട്. വെറും സിമ്പിളാണ്. നോക്കൂ, ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുക്കുക. ഈ A4 ഷീറ്റ് കൃത്യം പകുതിയായിട്ട് മടക്കുക. പകുതിയായിട്ട്. നമുക്കറിയാം, എന്തുണ്ടാക്കുമ്പോഴും വളരെ കൃത്യതയും സൂക്ഷ്മതയുമാണ് നമുക്ക് വേണ്ടത്. നോക്കൂ, ഇതിങ്ങനെ ഞാൻ മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരു വിശറി ഉണ്ടാക്കുന്നത്? അതേപോലെ ആദ്യം ടീച്ചർ ഇവിടെ ഇങ്ങനെ വെച്ചു കുറച്ച് ഭാഗം. എന്നിട്ട് ഈ ഒരു ഷീറ്റ് ഇത് തുറന്നതിന് ശേഷം ഇത് പുറത്തേക്ക് മടക്കുകയാണ്. ഈ സ്കെയില് മാറ്റാതെ ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. നോക്കൂ, ഇതിവിടെ വളരെ കൃത്യമായിട്ട് കിട്ടി. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത് അങ്ങോട്ട് മടക്കുക. അപ്പൊ പുറത്തേക്ക് മടക്കി, ഇനി ഉള്ളിലേക്ക് മടക്കുന്ന ഇങ്ങോട്ട് നോക്കൂ, കൃത്യമായിട്ട് ഇതിന്റെ ഒപ്പം വെച്ചിട്ട് പുറത്തേക്കും ഉള്ളിലേക്കും നമ്മൾ പണ്ട് വിശറി ഉണ്ടാക്കുന്ന ഓർമ്മയില്ലേ, അതേപോലെ മടക്കിയെടുക്കുക. പേജ് ഫുൾ എത്തുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മടക്കുക. ഇപ്പൊ നമ്മളുടെ വിശറി പോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടെത്തണം. സെന്റർ കണ്ടെത്താൻ എളുപ്പമാണ്. സ്കെയില് വെച്ചിട്ട് ഒരു 10.5 സെന്റിമീറ്റർ നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് 10.5 സെന്റിമീറ്റർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ടീച്ചർക്ക് ഇവിടെ കൃത്യേകദേശം അറിയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ ഒന്നങ്ങോട്ട് പിടിച്ചു നോക്കി. ഇപ്പൊ നോക്കൂ, നല്ല ഭംഗിയില്ലേ? ഈ വിശറി പോലെ വെച്ചത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ളില് നമുക്കൊരു പേപ്പർ വെക്കണം. അത് നമുക്ക് ഇതിനേക്കാൾ ചെറിയ പേപ്പർ വേണം. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 21 സെന്റിമീറ്റർ നീളാണ്. അത് 20 സെന്റിമീറ്റർ എടുത്തു. 14 സെന്റിമീറ്റർ വീതിയാണ്. അപ്പൊ 14 സെന്റിമീറ്റർ ആണ് എടുത്തത്. അപ്പൊ ഇവിടെ ഏകദേശം ഒന്ന് വെച്ചിങ്ങനെ നോക്കി, ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചുറ്റും ഏകദേശം ഒരേപോലെ ഗ്യാപ്പ് വരത്തക്ക വിധം വെച്ച് നോക്കുക. ഇനി ഞാനിത് ഒട്ടിക്കാൻ പോവാണ്. ഇതിന്റെ 4 മൂലയ്ക്കും നമ്മൾ പശ തേക്കാം. നമുക്കറിയാം, സാധാ ഫെവിക്കോള് എടുത്താൽ മതി. 4 മൂലയ്ക്കും വെച്ചതിന് ശേഷം ഒരല്പം ഇടയ്ക്ക് ഒന്ന് തേച്ചു കൊടുക്കാം. ഇനി ഇത് തേച്ചിട്ട് ഇത് കൃത്യത്തില് നമ്മൾ വെക്കുമ്പോ സൂക്ഷിക്കുക, ഭംഗിയായി വെക്കുക. ഇതിങ്ങനെ തുറന്നതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റ് ചുറ്റും നമ്മളൊന്ന് നോക്കിയിട്ട് ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നോക്കൂ, ഒരല്പം ഭാഗം പുറത്തേക്ക് കാണാം, നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്കിതിനെ ഒന്ന് ഉറപ്പിക്കണം, ഫിക്സ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, ഇതില് ഫെവിക്കോള് തേക്കുക. അപ്പൊ ടീച്ചർ ഇവിടെ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഫെവി ബോണ്ട് എടുക്കാനുള്ള കാരണം നമുക്കറിയാം, നമ്മൾ യൂട്യൂബിലാണ്. അപ്പൊ അത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഫെവി ബോണ്ട് എടുത്തത്. ഇനി ഇതിവിടെ ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കി ഇതങ്ങോട്ട് ഒന്ന് ഒട്ടിച്ചു. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇത്രയും പണി കഴിഞ്ഞു. മുക്കാൽ പണി കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇനി എന്ത് ചെയ്യണം, അതൊന്നും കൂടെ മനോഹരാക്കാം. നമുക്കിവിടെ ഒരു പൂ ഉണ്ടാക്കി വെക്കാം. ആ പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പേപ്പർ എടുത്താൽ മതി. ഇത് ആദ്യം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഹാഫ് മടക്കുന്നു, പകുതി. ഇനി തിരിച്ചും നമ്മൾ മടക്കുകയാണ്. നോക്കൂ, ഇപ്പൊ നമുക്കൊരു സമചതുരം കിട്ടിയില്ലേ? ഇനി ഇത് കോണോട് കോൺ, കോർണർ ടു കോർണർ. നോക്കൂ, ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി. ഇങ്ങനെ മടക്കുമ്പോ തുറന്ന വശം മുകളിലോട്ട് വെക്കുക. മുകളിലോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കത്രിക എടുക്കുക. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് വരയ്ക്കാം, ഒരു പൂവിന്റെ ഇതളിന്റെ ഷേപ്പ്. ഇനി അതല്ല, നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഏകദേശം, അതിപ്പോ എങ്ങനെ വെട്ടണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി.
ഇത് ഞാനിപ്പോൾ ഈ ആകൃതിയിലാണ് വെട്ടിയിരിക്കുന്നത്. ഈ ആകൃതിയിൽ വെട്ടി. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഇതിൻ്റെയും കൂടെ കുറച്ച് ചെറിയ പീസ് കിട്ടണം. അപ്പൊ വീണ്ടും ഇത് എടുത്തു. അടുത്ത പീസ് കുറച്ചും കൂടെ ചെറുത് വെട്ടുകയാണ്. ചെറുത് വെട്ടാൻ ഇതേ വലിപ്പം തന്നെ എടുത്തു എന്ന് വിചാരിച്ചു ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ചും കൂടെ ഉള്ളിലോട്ടായിട്ട് കയറ്റിയിട്ട് വെട്ടിയാൽ മതി. നോക്കൂ, ഇതും ടീച്ചർ വെട്ടി. ഇനി അടുത്ത ഒരു പീസും കൂടെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടെ എടുത്തു. ഇത് കോർണർ ടു കോർണർ മടക്കിയതിന് ശേഷം ഇതിനേക്കാളും ചെറിയൊരു പീസ് നോക്കൂ, ഇത് ഉള്ളിലോട്ട് വെച്ചു. അപ്പൊ ഇങ്ങനെ വെട്ടുമ്പോ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കത്തക്ക വിധം വരും. ഏതായാലും നമുക്ക് വളരെ രീതിയിൽ നല്ല ഭംഗിയാക്കാട്ടോ. ഇത് സാധാരണ ഫെവിക്കോൾ തന്നെ മതി. ഇതിന്റെ നടുക്ക് ഒന്ന് പശ തേക്കുന്നു. എന്നിട്ട് അതിന്റെ കുറച്ച് ചെറിയ പീസ് അതിന്റെ ഉള്ളിൽ വെക്കുക. അങ്ങനെ 3 പീസും അതിന്റെ ഉള്ളിലായിട്ട് വെക്കുമ്പോൾ നല്ല എതളായിട്ട് കിട്ടുന്നു. ഇനി നമുക്ക് നടുക്ക് ഒരു പിപ്സ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പിപ്സ് ആണ്. നിങ്ങൾക്ക് ബട്ടൺ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇനി വേറൊരു ചെറിയ പൂ ഉണ്ടാക്കി വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ബാക്കിൽ കുറച്ച് പശ തേക്കുക. ഞാനിവിടെയൊക്കെ ഫെവി ബോണ്ടാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ വെക്കുന്നു. നോക്കൂ, ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഭംഗിയാക്കാം. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ പിപ്സ് ഇത് വെച്ച് കൊടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ ആദ്യം പശ വെച്ച് കൊടുക്കുക. നല്ല എളുപ്പമാണ്. നമുക്കറിയാം, ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ, ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയാൽ ഈ ഗ്രീറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് റിപ്പബ്ലിക് ഡേക്ക് എടുക്കാം, സ്വാതന്ത്ര്യ ദിനാശംസകൾ എഴുതാൻ എടുക്കാം. ഇനി അതല്ല, ഓണത്തിന് ആശംസകൾ കൊടുക്കാം, അധ്യാപക ദിനത്തിന് അധ്യാപകർക്ക് ആശംസകൾ കൊടുക്കാം, ബർത്ത്ഡേക്ക് ആശംസകൾ കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് കൊടുക്കാം. ഇതിൽ ഓരോന്നിലും ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ വെച്ച് കൊടുത്താൽ മതി, രസമായിട്ട് അതങ്ങനെ നിൽക്കും. ഇപ്പോ കൂട്ടുകാരെ, നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് റെഡിയായി. നോക്കൂ, ടീച്ചർ ഇതിൽ പിപ്സ് ഒക്കെ വെച്ചു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പിപ്സ് ചിലപ്പോൾ എപ്പോഴും കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ റെഡ് കളറോ ഇങ്ങനെ ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ വെട്ടിയിട്ട് ചെറിയൊരു പൊട്ട് പോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി അതും വേണ്ട, പെൺകുട്ടികൾക്കാണെങ്കിൽ നെറ്റിയിൽ തൊടുന്ന പൊട്ടുണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്താൽ മതി. നെയിൽ പോളിഷ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് കളർ കൊടുക്കാം സ്കെച്ച് പെന്നുകൊണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താണോ നമ്മളുടെ പർപ്പസ്, ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ് ഇപ്പം നമുക്കറിയാം, ജനുവരി 26 റിപ്പബ്ലിക് ഡേ വരെയാണ്. നമുക്ക് നല്ലൊരു ആശംസ ഇതിനെ എഴുതിയിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കാം, നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാം. ഇപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ടീച്ചർ ഇവിടെ 3 കാർഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ. വെറും ഒരു A4 പേപ്പർ, അത് കൂടാതെ ഒരു ഹാഫ് കളർ. ഇതുപോലെ നിങ്ങൾക്ക് വൈറ്റ് വെച്ച് കൊടുക്കാം. ഇനി അതല്ല, കളർ A4 ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ചാർട്ട് പേപ്പർ മുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ വലുതാവണോ, നിങ്ങൾക്കൊരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാൽ മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര ഭംഗിയായിട്ടാണ് നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡ് വെറും അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞത്. എല്ലാവർക്കും ഗ്രീറ്റിംഗ് കാർഡ് ഇഷ്ടമായില്ലേ? കൂട്ടുകാരെ, ആശംസക്കാർഡ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? എത്ര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ആശംസക്കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ, കൂട്ടുകാർക്ക് കൊടുക്കുമല്ലോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ആശംസ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിട്ട ധാരാളം 5, 6, 7 ക്ലാസ്സിലെ മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ അത് പോയി കണ്ടാൽ മതി. കൂടാതെ LSSൻ്റെയും USSൻ്റെയും ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ കാണുകയും കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും
പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ എത്ര സന്തോഷമാണ് ടീച്ചർക്ക് ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്കൊരു എനർജിയും കൂടെ കിട്ടും. ഈ പോസിറ്റീവ് എനർജി നമുക്കറിയാം, എനിക്ക് ഏറെ സന്തോഷം തരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ധാരാളം കൂട്ടുകാർ, ധാരാളം അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ ഇപ്പോൾ കൂട്ടുകാരായിട്ടുണ്ട്. അതേറെ സന്തോഷമാണ്. അപ്പോൾ ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോകളുമായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ കണ്ടുമുട്ടാം.